വാട്ട്സ് ഗൈസ്, അപ്പം ഇന്ന് ഡേ 3 ആണ്. ഇന്ന് പ്രത്യേകിച്ച് വലിയ പ്ലാൻസ് ഒന്നുമില്ല. ഇന്ന് ജസ്റ്റ് അടുത്തുള്ള സ്ഥലത്ത് ഈ നമ്മുടെ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടേക്കൊന്നും പോകാനിരിക്കുകയാണ്. അവിടുത്തെ ഒരു റൗണ്ട് അടിച്ച് പിന്നെ നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ് കൊടൈക്കനാൽ. നാളെ നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്യും. ഇത്രയും ചെളിയായി. ഹെഡ്ലൈറ്റ് മാത്രം ഞാൻ ഒന്ന് തുടച്ചായിരുന്നു. ഹെഡ്ലൈറ്റ് വൈസർ ഇത്തിരി ഇങ്ങനെ തുടച്ചു. ഇപ്പോൾ സമയം 1 മണിയായി. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണിക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ രാവിലെ തൊട്ട് ഇത്രയും നേരം ഒരു പണിയില്ല, വെറുതെ റൂമിൽ കുത്തിയിരിക്കുകയാണ്. ഇൻസ്റ്റന്റ് റെസ്റ്റ് എടുക്കുമായിരുന്നു എന്ന് പറയാം. ഒരു ആവശ്യമില്ല, റെസ്റ്റ് എടുക്കുമായിരുന്നു. ഇപ്പോഴാണ് നമ്മളൊന്ന് ഇറങ്ങുന്നത്. അത് എൻജിൻ ഒന്ന് വോമപ്പ് വയ്ക്കാൻ കുറച്ച് നേരം. ഇത് ഇന്നലത്തെ ദിവസം 115 കിലോമീറ്റർ ടോട്ടൽ ഓടിയത്. ഇതുവരെ വീട്ടിൽ നിന്ന് 585 കിലോമീറ്റേഴ്സായി. ഇവിടെയുള്ള ആൾക്കാർക്ക് നമ്മൾ ഭയങ്കര കാര്യമാണ് കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ റിസപ്ഷനിലുള്ള ആൾക്കാരൊക്കെ മലയാളിയാണ്. നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടതിന് ശേഷം നമ്മൾ ട്രാൻസിറ്റാണ് വരുന്ന, എവിടേക്ക് പോയി, ഇനി അടുത്ത് എങ്ങോട്ടാണ്, ഇവിടെ എവിടെയൊക്കെ പോയി, പിന്നെ അവർ ഓരോ കടകളും ഓരോ സ്ഥലമൊക്കെ സജസ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടൊക്കെ. പക്ഷേ നമ്മൾ ആ സ്ഥലമൊക്കെ ഇന്നലെ പോയ സ്ഥലങ്ങളാണ്. ഇന്നെന്തായാലും എനിക്ക് പെട്രോളും കൂടെ അടിക്കണം. ഇപ്പം ഹാഫ് ടാങ്കാണ് കാണിക്കുന്നത്. ഹാഫ് ടാങ്കിൽ നിന്ന് ഒരു കട്ട പോയി. നമ്മൾ വരുന്ന വഴിക്ക് ഞാൻ പെട്രോൾ അടിക്കുന്ന ആലോചിക്കുന്നത്. അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലത്തേക്ക് സെറ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ റിസോർട്ടിലുള്ള ആൾക്കാരെ കേട്ടായിരുന്നു, നമുക്കിപ്പോൾ ഒരു പൈൻ ഫോറസ്റ്റ് സൂസൈഡ് പോയിൻ്റ് ആ ഏരിയയിലൂടെ പോകണമെങ്കിൽ നമുക്ക് പെർമിഷൻ എടുക്കണം. ഇപ്പോൾ ഈ നവംബർ ടൈമിൽ ഓൾറെഡി ലോ ഫ്യൂൽ കാണിച്ചു കഴിഞ്ഞു. അങ്ങോട്ടത്തേക്ക് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പെർമിഷൻ എടുക്കണം. പെർ ഡേ 100 വെഹിക്കിൾസ് മാത്രമേ അകത്തോട്ട് വിടുന്നുള്ളൂ. അങ്ങനെയൊക്കെ കേട്ടത്. അറിയത്തില്ല കാര്യങ്ങൾ അങ്ങനെ. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് ഫോറസ്റ്റ് ഓഫീസിലോട്ട് ചെന്നിട്ട് പെർമിഷൻസിന് ആരും ചോദിക്കാനിരിക്കുകയാണ്. കിട്ടുമെന്ന് അറിയത്തില്ല. ലെറ്റ്സ് ട്രൈ. ഇതാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ്. അപ്പം നമ്മൾ ഹോട്ടലിൽ കേട്ടനുസരിച്ച് അത് അവിടെ നിന്ന് ബെർജാം ലേക്ക് എന്ന സ്ഥലത്ത് അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് ആക്ച്വലി ടിക്കറ്റ് എടുക്കണം. അങ്ങോട്ട് ബൈക്ക് അലൗഡ് അല്ല, കാറൊക്കെ പറ്റത്തുള്ളൂ. പക്ഷേ ലേക്കിന് അങ്ങോട്ട് പോകാൻ വേണ്ടി ടിക്കറ്റ് വേണോ ചോദിക്കാൻ പോയതാണ്. വേണ്ടല്ലേ, ലേക്കിന് അങ്ങോട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്, പൈൻ ഫോറസ്റ്റിൻ്റെ അങ്ങോട്ട്. അതാ എനിക്ക് ഡൗട്ട്. ലേക്കിൻ്റെ അവിടെയാണെങ്കിൽ എനിക്കറിയാം റെസ്ട്രിക്ഷൻ ഉണ്ട്. ലേക്കിന് അങ്ങോട്ടാണെങ്കിൽ ഒരു ദിവസം 100 വെഹിക്കിൾസ് അലൗഡ് ഉള്ളൂ. അല്ലാതെ കാറിന് വേണ്ടിയുള്ള ടിക്കറ്റ് 300 രൂപ, വാനാണെങ്കിൽ 500 രൂപയാണ് ടിക്കറ്റ്. പിന്നെ അവിടെ ട്യൂസ്ഡേ ഹോളിഡേ ആണ്. ബെർജാം ലേക്കിന് അങ്ങോട്ട് ട്യൂസ്ഡേ പോകാൻ പറ്റത്തില്ല. പിന്നെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ രാവിലെ 8 തൊട്ട് 9 ടിക്കറ്റ് എടുക്കുകയും വേണം. പിന്നെ 3 മണിക്ക് ശേഷം അങ്ങോട്ട് പോകാനും പറ്റത്തില്ല. കാര്യം അതൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. ബൈക്സൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. നമുക്ക് പോകണമെങ്കിൽ അവിടെ ചെന്ന് ബൈക്ക് അവിടെ വെച്ചിട്ട് അവരുടെ വാനിൽ പോകേണ്ടി വരും. നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ആ പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ നിന്ന് കറങ്ങിയിട്ടാണ് എടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ടിക്കറ്റ് വേണ്ട. ഇന്ന് ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആയതുകൊണ്ട് ഇന്നിപ്പോൾ നല്ലോണം തിരക്ക് കൂടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. അപ്പം അത്യാവശ്യം നല്ല തിരക്ക് കാണുന്നുണ്ട് ഇവിടെ. കല്യാണത്തിന് വേണ്ടി അടിപൊളി ഒരു മോഡിഫൈ ചെയ്തു. ഇതുവഴി പോയാലാണ് നമുക്ക് ആ പൈൻ ഫോറസ്റ്റിന് അങ്ങോട്ടൊക്കെ ഉള്ള എൻട്രൻസ് വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ബെർജാം ലേക്ക് അങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളതൊക്കെ ആണെങ്കിൽ ആദ്യമേ ഫോറസ്റ്റ് ഓഫീസിൽ ചെന്ന് പാസ് എടുക്കണം. എങ്കിലേ പോകാൻ പറ്റത്തുള്ളൂ. രാവിലെ 8 തൊട്ട് 9 അതിൽ നിന്ന് പാസ് എടുക്കും വേണം. തിരിച്ച് നിങ്ങൾ ബെർജാം ലേക്കിൻ്റെ അകത്തോട്ട് കയറിയാൽ ഉച്ചയ്ക്ക് 3 മണിക്കുമ്പോൾ അവിടെ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യണം. പിന്നെ ബൈക്ക് അവിടെ അലൗഡ് അല്ല.
വെർജം ലേക്കിൻ്റെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ടാണ്. പശു കിടക്കുന്ന രീതി അത് ചെറിയൊരു വാട്ടർഫാളിൻ്റെ ഒരു സെക്ഷൻ പോലെയാണ്. വേറൊന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ പർച്ചേസ് കഴിഞ്ഞു. വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ സ്റ്റുഡൻസൊക്കെ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെയാണ് കിട്ടുന്നത്. ഇച്ചിരി റേറ്റ് കൂടുതലാണ്, പക്ഷേ ഇവിടെ കുറച്ചുകൂടെ നമ്മളിപ്പോൾ കയറി ഇവിടെ കുറച്ചുകൂടെ ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മളവിടെ കയറി മേടിച്ചത്. ഇവിടെ തൊട്ട് തിരക്ക് തുടങ്ങി. പിന്നെ മിക്കവാറും ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്ന ഗുണ കേവ്സിൻ്റെ അവിടെ ആവാനായിരിക്കും ചാൻസ്. ഇത് ഗോൾഫ് ക്ലബ്. ഇതാ ഈ കാണുന്ന ഗ്രൗണ്ടൊക്കെ ഗോൾഫിൻ്റെ പണക്കാരുടെ ഗെയിം എന്നറിയപ്പെടുന്നത്. ഇവിടെ നിന്നാണ് എൻ്റെ എൻട്രി വരുന്നത്. ഇത് 1 വേ ആണ് അങ്ങോട്ട്. 1 വേ എന്ന് ഇവിടെ പറഞ്ഞാലും ഇവിടെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയൊക്കെ ചെയ്യും. നമുക്ക് ബ്ലൈൻഡ് ട്രസ്റ്റ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെ മേ ബി എനിക്ക് തോന്നുന്നു അവിടെ കയറാൻ വേണ്ടിയിട്ടും എനിക്കൊന്ന് പൈസ കൊടുക്കേണ്ടി വരും. ടിക്കറ്റ് ഉണ്ടാവും തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് പൈസ കൊടുക്കേണ്ടി വരുമോ? അതെ, ഇവിടെ നിന്ന് യു ഹാവ് ടു പേ 40. 2 വണ്ടിക്കും. ബൈക്കിലും കാറിനും ഒരേ റേറ്റാ? കാർ 50 രൂപ, ബൈക്ക് 20. ഓക്കെ. ഇപ്പോൾ കാറിന് ഇങ്ങോട്ട് കയറാനായിട്ട് 50 രൂപ കൊടുക്കണം, ബൈക്കാണെങ്കിൽ 20 രൂപ. ഇത് കാണുന്ന പില്ലർ റോക്സ് ഇവിടെ ഒട്ടുമിക്ക സമയത്ത് ഫോഗ് കവർ ആയിരിക്കും. അതുകൊണ്ട് പില്ലർ റോക്സ് കാണാൻ പറ്റത്തില്ല. പൈസ കൊടുക്കണം അവിടെ കയറി കാണണമെങ്കിലും, പക്ഷേ ഫോഗ് ഉള്ളതുകൊണ്ട് അവിടെ കയറി കാണാൻ പാടാണ്. ഇങ്ങോട്ടൊക്കെ ഇത്തിരി തണുപ്പുണ്ട്. ഇതാണ് ഗുണ കേവ്സിൻ്റെ എൻട്രൻസ്. അങ്ങോട്ട് പോകണം ഗുണ കേവ്സ് കാണാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി ആ ഒരു സിനിമ ഇറങ്ങിയ ശേഷമാണ് കുറച്ചുകൂടി ട്രെൻഡായത് ഈ ഗുണ കേവ്സ്. ഇപ്പം ഇവിടെ ഭയങ്കര തിരക്കുണ്ട്. ഗുണ കേവ്സിനോട് നല്ല തിരക്കാണ്. അവിടെ ചെന്നാലും നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് അവിടെ ഇങ്ങനെ ഗ്രില്ലിട്ട് മൂടിയേക്കുന്നത് അത്രേ ഉള്ളൂ. നമ്മൾ ആ സിനിമയിൽ കാണുന്ന പോലെ കുറച്ചും അത്രയ്ക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ആ അതിൽ നിന്ന് കുറേ ദൂരത്ത് വെച്ച് അങ്ങ് ബ്ലോക്ക് ചെയ്തേക്കും അവർ. ഇനി അടുത്ത പോയിന്റ് ഇതാണ്, പൈൻ ഫോറസ്റ്റ്.
ഇപ്പം നമ്മൾ ഇങ്ങോട്ടിപ്പോൾ ഇറങ്ങാൻ പ്ലാനില്ല. കാര്യം ബൈക്കോട് വെച്ചിട്ട് അങ്ങ് പോകുന്നത് നമുക്കിപ്പോൾ ആ ഒരു പരിപാടി വേണ്ടെന്ന് വെച്ചു. പിന്നെ നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഫോട്ടോ എടുക്കാനേ ഉള്ളൂ. അകത്ത് കയറി ഫോട്ടോ എടുക്കുക. ഇപ്പം നമ്മൾ രണ്ടുപേർക്ക് ഫോട്ടോസ് അങ്ങനെ നമുക്ക് എടുക്കുന്ന ഫോട്ടോസ് ബൈക്കിൻ്റെ കൂടെയാണ്. അപ്പം അല്ലാണ്ട് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നില്ല. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ കയറുന്നില്ല. ഈ ഇത്ര ഏരിയാസിലാണ്, ഇത്രയും പോയിൻറ്റ്സിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കാണുന്നത് കൊടൈക്കനാലിൽ, ഈ ഒരു സർക്കിളിലും. ഇതാണ് തോന്നുന്നു, ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. പക്ഷെ അവിടെയും ചാർജിങ് ഉണ്ടോ. ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയാൽ അവിടെ ഒരു കൗണ്ടർ ഇടും, പൈസ വാങ്ങിച്ചു തുടങ്ങും. അതാണ് ഇവിടുത്തെ സ്റ്റൈല്. ഫസ്റ്റ് ആ വാഷർ ഈ കാണുന്ന റോഡിലോട്ടാണ് ബെർജാം ലേക്ക് ഉള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ഒന്ന് ടിക്കറ്റ് എടുത്ത് പോകണം. പക്ഷെ അങ്ങോട്ട് അടിപൊളിയാണ്. കാറിലൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായും ഇടയ്ക്ക് നല്ല വ്യൂസൊക്കെ കിട്ടും. പിന്നെ ഫോഗ് ഉണ്ടെങ്കിൽ സെറ്റാണ്. ഒരു തവണ പോകണം, ഒരു തവണ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം അങ്ങോട്ടൊക്കെ. 2 വീലേഴ്സ് അങ്ങോട്ട് വിടത്തില്ല. അപ്പം 2 വീലേഴ്സിൽ വരുവാണെങ്കിൽ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് അവരുടെ ബസ്സുണ്ട്, അതിൽ കയറി പോകണം. ഇപ്പോൾ അതിൻ്റെ എക്സിറ്റ് ഇന്നലെ ഈ താഴോട്ട് പോയതാണ് നമ്മൾ ആ പൂമ്പാറ കൂക്കൽ പോയ റോഡ് ഇങ്ങോട്ടുള്ളായിരുന്നു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ഇന്നൊരു ദിവസം മെയിൻലി നമ്മൾ റെസ്റ്റ് ഡേ ആണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നത്, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒന്ന് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നിർത്തുന്ന 2 ഫോട്ടോസും കൊണ്ട് എടുത്തിട്ട് നമ്മുടെ കൊടൈക്കനാൽ സ്റ്റോറീസ് വൈൻഡപ്പ് ചെയ്യാറായി. പെട്ടെന്നാണ് ഈ 3 ദിവസം പോയത്. നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് നിർത്തിയതാണ്. ഇവിടുത്തെ ഫോഗ് ഉണ്ട്, 2 ഫോട്ടോസ് ഇങ്ങനെ എടുക്കാണ്ട് നിർത്തിയതാണ്. നമ്മളിവിടെ നിർത്തി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. അപ്പോൾ അത് ഇവിടെ പിന്നെയും ഫോഗായി.
ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലോട്ടെത്തി. ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ച് സമയം 3 മണിയായി. സമയം ഇപ്പോൾ വൈകിട്ട് 7:15. ഇപ്പം നമ്മളെ പ്ലാൻ നമ്മളിപ്പോൾ വീണ്ടും പുറത്ത് പോകുന്നുണ്ട് കഴിക്കാണ്ട്. ഇവിടെ ഒരു കഫേ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അവിടെ ഇപ്പോൾ പോകാനാണ് പ്ലാൻ. വീണ്ടും ബൈക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റൈഡിങ് ജാക്കറ്റ്, നമ്മൾ നോർമൽ ജാക്കറ്റ്സ് ഒക്കെ ഇട്ടാണ് പോകുന്നത്. ബൈക്കിൽ കാണാം. നമ്മൾ ഉച്ചയ്ക്ക് 3:30 എത്തിയായിരുന്നു. ജസ്റ്റിൽ വീണ്ടും നമുക്ക് ബൈക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വാം ചെയ്യണ കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് പെട്ടെന്ന് തന്നെ എൻജിൻ കൂൾ ഡൗൺ ആവും. അങ്ങനെ നമ്മൾ ഇതുപോലെ രാത്രി ഇന്നലെ 9:30 നമ്മൾ ഇറങ്ങിയായിരുന്നത്. അപ്പോൾ അന്നേരം കൊണ്ട് ഇതൊരു മഴയും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വരുന്നൊരു മഴ പെയ്തിരുന്നാൽ മതി. പക്ഷേ ഇതേ സമയത്ത് നമ്മുടെ നാട്ടിൽ ട്രിവാൻഡ്രത്ത് ഉഗ്രം മഴയെന്നാണ് കേട്ടത്. അതേപോലെ മഴ പെയ്യുന്ന ഗൂഗിളിൽ കാണിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അതുപോലെ മഴ പെയ്യുന്ന കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. ചെറിയ ക്ലൗഡ്സ് ഉണ്ട്. അറിയത്തില്ല, നമ്മൾ വരുന്നവരെങ്കിലും മഴ പെയ്തിരുന്നാൽ മതിയായിരുന്നു. കാര്യം തണുപ്പത്ത് മഴ തന്നെ കയറുമ്പോഴേക്ക് അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. അത് ഇന്നലെ നമ്മൾ അനുഭവിച്ചുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ബൈക്കിൽ റീഫ്യൂലെന്ന് കാണിച്ചു. ഇപ്പോൾ നമ്മൾ കഴിച്ചിട്ട് എന്തായാലും തിരിച്ച് പെട്രോൾ അടിച്ചിട്ട് വരണം. നാളെ നമ്മളിവിടെ ചെക്കൗട്ട് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ഇറങ്ങിയപ്പോഴേക്ക് ഞാൻ തേർമൽ ലൈനറൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ അത് കാരണം കുറച്ച് സുഖമുണ്ടായിരുന്നു. നമ്മൾ റണ്ണിങ്ങിൻ്റെ ടൈമിൽ തണുപ്പ് അധികം ഫീൽ ചെയ്യത്തില്ലായിരുന്നു. എന്താ പറഞ്ഞ കണ്ട എല്ലാവരും ഹൈ ബീം വിട്ടായിരുന്നു. പക്ഷെ ആരും നമുക്ക് വേണ്ടി ഡിമ്മാക്കി തരത്തില്ല. ഇൻ ദിവസം ആക്കി 32 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിയുള്ളൂ. അതിനെ കിട്ടിയ ആവറേജ് ഫ്യൂൽ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 27 km/l ആണ്. ഓവറോൾ നമ്മുടെ ഈ ട്രിപ്പിൻ്റെ സ്റ്റേറ്റസ് ട്രിപ്പിനും കിട്ടിയിട്ടുള്ള 27 kmpl ഇതുവരെ. ടോട്ടൽ ഓടിയിട്ടുള്ള 617 kilometers ആണ്. ബൈക്കിൻ്റെ സ്റ്റേറ്റസ് പറയുകയാണെങ്കിൽ ഒരു 3 മാസം കൊണ്ട് കഴിയുമ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ട് 2 വർഷം കംപ്ലീറ്റ് ആവും. ഇത്രയും നാളുകൊണ്ട് ഓടി ആകെ 12,640 kilometer ഓടിയിട്ടുള്ളൂ. ഓട്ടം കുറവാണ് ബൈക്കിന്. ഞാൻ പിന്നെ ഡെയിലി റെഗുലറായിട്ട് എടുക്കുന്ന ആളല്ല ബൈക്ക്. ഇതെൻ്റെ രാത്രി ഇവിടെ ബ്ലോക്കോ? ഇത് ഫ്രൈഡേ ആണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പം ഇന്നും നാളെയും പറയുന്നത് ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ വീക്കെൻഡ്സ് ആണ്. ഇവിടെ ടൂറിസ്റ്റ് കൂടുതലാണ്. ഇന്ന് ഇപ്പം ഞാൻ കുറേ കേരള വണ്ടികൾ കാണുന്നുണ്ട് ഇവിടെ. പിന്നെ കുറേ ടൂറിസ്റ്റ് ബസ്, ഒരുപാട് ടൂറിസ്റ്റ് ബസ് ഉണ്ട് ഇവിടെ. ഇപ്പം ഇന്ന് നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒരുപാട് ടൂറിസ്റ്റ് ബസ് കാണുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും ടൂറിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതലും സ്റ്റുഡൻസും അവരൊക്കെയാണ്. സ്കൂൾ ടൂർസും കോളേജ് ടൂർസും ഇവിടെ ഒരുപാട് വരുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റ് വിട്ട് നമ്മൾ പുറത്തോട്ട് വരുമ്പോഴേക്ക് എനിക്കറിയാതെ ബാക്കിയുള്ള കാര്യം, എൻ്റെ കാര്യം അങ്ങനെയാണ്. ഞാൻ ഇപ്പം നമ്മൾ കേരളം വിട്ട് ഇപ്പോൾ തമിഴ്നാട് വരുമ്പോഴേക്ക് ഇവിടെ വരുമ്പോഴേക്ക് ഞാൻ നോക്കും എല്ലാ വണ്ടിയും നമ്പർ പ്ലേറ്റിൽ ഏതൊക്കെ കേരള വണ്ടികളുണ്ടെന്ന്. അത് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നോക്കുന്നതിൽ. പക്ഷെ എന്തോ ഇങ്ങനെ നോക്കും നമ്മൾ കേരള വണ്ടികൾ ആരെങ്കിലും നമ്മൾ കേരള വണ്ടികൾ കാണുന്നുണ്ടോ ഇല്ലേന്ന്. നമ്മൾ നേരത്തെ സ്ഥലം മാറി തിരിച്ച് ഇവിടെ തന്നെ വന്ന് അവസാനിച്ചു. മെയിൻലി അവിടെ ഭയങ്കര തിരക്കാണ്. എസ്പെഷ്യലി അവിടെ സ്റ്റുഡൻസ് എല്ലാവരും വന്ന് അവിടെ ഇറങ്ങിയത്. അപ്പം അവിടുത്തെ തിരക്ക് കാരണം നമ്മൾ തിരിച്ച് ഇവിടെ തന്നെ വന്നു. വീണ്ടും ഡോമിനോസ്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് ഡോമിനോസിൽ ഒന്ന് കഴിച്ചു. ഇനി അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങി ഒന്ന് പെട്രോൾ അടിക്കണം എനിക്ക്. എന്നിട്ട് റൂമിലോട്ട് പോയി കിടന്നുറങ്ങാൻ റൂമിലോട്ട് പോയിട്ട് ഈ ടോപ്പ് ബോക്സിനകത്ത് സാധനങ്ങളെല്ലാം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്തിട്ട് കിടന്നുറങ്ങണം.
നല്ല തണുപ്പുണ്ട് ഇപ്പോൾ. നിങ്ങൾ ചിലപ്പോൾ കിടുകിടാൻ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. അത് വേറൊന്നല്ല എൻ്റെ പല്ലിങ്ങനെ അടിക്കുന്നതാണ്, തണുപ്പ് കാരണം വിറച്ചിട്ട്. വേണ്ട, സേഫല്ല. $95. ഇവരെന്ന് JB സ്പീക്കർ കൂടെയാണോ വയ്ക്കുന്നത് PTFിൻ്റെ? അപ്പോൾ നമ്മൾ റീഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഫുൾ ടാങ്ക് ആക്കി വെച്ചു. നാളത്തേക്കായിട്ട് ഇപ്പോൾ ബൈക്ക് റെഡിയായി. റൂമിൽ ചെന്ന് പാക്ക് ചെയ്തിട്ട് നമുക്ക് കിടന്നുറങ്ങി നമുക്ക് റെഡിയാവണം. നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊരു 9-9:30 അടുപ്പിച്ച് ഇറങ്ങാനാണ് നമ്മുടെ പ്ലാൻ ഇട്ടേക്കുന്നത്. തിരിച്ച് വന്ന വഴി മധുര വഴിയാണ് പോകുന്നത്. മധുരയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് തന്നെ ധനുഷ്കോടിയാണ് പോകുന്നത്. അവിടെ നമ്മൾ അക്കോമഡേഷൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നാളെ ധനുഷ്കോടി പോയിട്ട് മറ്റന്നാൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകും. ഇതാണ് മഹാരാജ ഹോട്ടൽസ്. ഇവിടെ തിരക്ക് പോയിക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ കൊടൈക്കനാൽ സീരീസ് ഇതോടെ തീരുവാണ്. നാളെ നമ്മൾ ഇനി കൊടൈക്കനാലിൽ നേരെ ധനുഷ്കോടിയിലോട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് നാളെ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.